നീ ഇത്ര പെട്ടെന്ന് വന്നാ? ആ, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പരിപാടിയാന്ന് വൈകുന്നേരേ വരുന്നെല്ലാം പറ്റല്ലേ പോയേ. അമ്മ ചോറുണ്ട് ഇനി. ചോറാ? അപ്പൊ നീ ചോറ് കഴിച്ചിട്ടില്ലേ? ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല, ഞാൻ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ പതപ്പിച്ച് കഴിച്ചു. പിന്നെ ഓന് ഉച്ചക്ക് വരൂലെന്നും പറഞ്ഞു. അല്ല, പേര് വിളിക്ക് പോയിട്ട് നീ എന്താ ഒന്നും കഴിക്കാണ്ട് വന്നേ? എന്നാ മോളെ, എന്നാന്ന് പറ്റീന്? ഞാൻ പാവിയാണോ അമ്മ? നീ ഇതെന്തല്ല നീ പറയുന്നേ? മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറ. ശാരിയുടെ കുട്ടീനെ ഞാൻ എടുത്തപ്പോ അവൾ അമ്മമ്മ പറഞ്ഞതാ, പ്രസവിക്കാത്ത ഞാൻ എടുത്ത കുട്ടിക്ക് മോശമാവൂല. അവര് പ്രായമായിട്ട് ബോധമില്ലാണ്ട് പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ശാരി അവളൊരക്ഷരം പറ്റിയിട്ടില്ല അമ്മ. അവളെന്റെ സ്കൂൾ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. അവളെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവലുണ്ട്. ഒരാളെപ്പോലും ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ കാണിക്കുന്ന ഡോക്ടർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾക്ക് പോസിറ്റീവായി, എനിക്കായില്ല. ഞാൻ പാപിയായോണ്ടാണോ? കാണിക്കുന്ന എല്ലാ ഡോക്ടർമാരും പറയുന്നത് എനിക്കുമായിട്ടിന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്നാ അമ്മേ നമുക്ക് കുട്ടികളുണ്ടാവാത്ത? ഈ കുട്ടികളുണ്ടാകുന്ന എല്ലാവരും മാലാഖമാരാണോ? അങ്ങനെയാണെങ്കിൽ കുട്ടികളെ കക്കൂസ് മാലിന്യത്തിൻ്റെ അകത്തുനിന്നു, ഓവ് ജാലിൻ്റെ അകത്തുനിന്നു, അമ്മ തൊട്ടിൽ നിന്നെല്ലാം കിട്ടുക. അപ്പം അവരും പാപികളല്ലേ? ഓരോ ദിവസവും ഓരോ ഹോസ്പിറ്റലിൽ എത്ര ആഘോഷം വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അവർ പാപികളല്ലേ? കുഞ്ഞിനെ ആഗ്രഹിച്ച് ആറ്റുകൊണ്ട് നടക്കുന്ന ഞാൻ മാത്രമാണോ പാപി? പറയമ്മേ. എൻ്റെ ചെവിയിൽ ഇപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നമുക്കത് അറിയോ? കുട്ടികളായിട്ടില്ലേ? ഡോക്ടറെ കാണിച്ചിട്ടില്ലേ? അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. കല്യാണം വീട്ടിൽ പോയാൽ, മരിച്ച വീട്ടിൽ പോയാൽ ആർക്കും വേറെ എൻ്റെ ഒന്നും അറിയണ്ട. ഞാൻ കഴിച്ചോ കുടിച്ചോ ഒന്നും അറിയണ്ട. ഞാൻ എന്ത് തെറ്റാ അമ്മേന് മാത്രം ചെയ്ത്? എനിക്കെന്താ അമ്മ കുഞ്ഞുങ്ങളാവാത്ത? മോളെ, അയ്യോ മോളെ. ചേച്ചി കിടന്നോട്ടെ അമ്മായി. മോളെന്തായാലും നാട്ടിലുണ്ടായത് നന്നായി. അമ്മായി വന്നേ. എന്താ ഉണ്ടായേ? ചേച്ചിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടല്ലോ. മോളെ, അത് അമ്മായി, ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ നോക്കിയതാണ്. അവർ മെഡിക്കലും ഫിസിക്കലി ഓക്കെയാണ്. പിന്നെ എന്താ മോളെ ഇത്ര വർഷമായിട്ടും എൻ്റെ മൂക്കും മോനും ഒരു കുഞ്ഞിനെ കൊടുക്കാത്ത ഈശ്വരൻ? കാരണം അവർ മെൻ്റലി ഓക്കെ അല്ല. ഏത് നേരം അവർ കൊടുക്കുന്ന സ്ട്രെസ് എത്രയാണെന്ന് വല്ല ധാരണയുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഡോക്ടേഴ്സ് ഒരു ഉപദേശം കൊടുക്കാറുണ്ട്, വല്ല ഹണിമൂണിനോ കാര്യങ്ങളോ പോകാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്നറിയോ? മനസ്സമാധാനത്തിന് വേണ്ടി. ഈ നാട്ടുകാരുടെ അടുത്തുനിന്ന് കുടുംബക്കാരുടെ അടുത്തുനിന്നുള്ള ടെൻഷൻ റിലീഫ് ആവാൻ വേണ്ടിയിട്ട്. അമ്മായി, കുട്ടികൾ എന്ന് പറയുന്നത് ഒരു മാരീഡ് ലൈഫിലെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ളൊരു തീരുമാനമാണ്. അതെപ്പോൾ വേണം, എത്ര വർഷം കഴിഞ്ഞിട്ട് വേണം എന്നുള്ളത് എല്ലതും അവരുടെ മാത്രം തീരുമാനമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാത്തിനും ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ടല്ലോ. ഇത്ര കാലം പഠിപ്പ്, അത് കഴിഞ്ഞ് ഉടനെ ജോലി, കല്യാണം കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ള കുട്ടികൾ. ഇതിനിടയിൽ അവരുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ കുറിച്ച് ആരും അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം? ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെ പേടിച്ച് മാത്രം ആഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കാണ്ട് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരെ ഫ്രീ ആക്കി വിട്, കുട്ടികളൊക്കെ ആയിക്കോളും. കഴിക്കും മോനെ, പൊന്നെ. മോളെ, മോൻ അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങിയില്ലേ? ഇനി രണ്ടാമതൊരു കുട്ടീനെ പറ്റി ആലോചിച്ചൂടെ?